Hallelujah. ഇന്ന് കർത്താവിൻ്റെ ദാസനെ ദൈവവചനത്തിൽ നിന്ന് അല്പം പറയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നോട് കർത്താവ് സംസാരിച്ച ഒരു വാക്യം ഒന്ന് രണ്ട് വാക്യം ഞാൻ വായിച്ചു കൊള്ളട്ടെ. आज छोटे से हमारे मनन के लिए प्रभु ने मेरे दिल में जो वचन डाला है उसमें से मैं आपको बताना चाहूँगी. आप मेरे साथ खोलें. 1 ശമൂവേൽ 1:17-18. पहला शमूएल उसका पहला अध्याय उसका 18 और 19. 17 और 18वां आयत. पहला शमूएल पहला अध्याय उसका 17 और 18वां आयत. അതിനെ ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അടിയനെ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. एली ने कहा, कुशल से चली जा, इज़राइल का परमेश्वर तुझे मन चाहा वर दे. उसने कहा तेरी दासी तेरी दृष्टि में अनुग्रह पाए. तब वह स्त्री चली गई और खाना खाया और उसका मुंह फिर उदास न रहा. എന്നെ ചിന്തിപ്പിച്ചത് ഈ ഹന്നായെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്നിവിടെ വായിക്കുന്നു. मुझे सोच में जो डाली बात वो ये है हन्ना के जीवन में से कि उठाकर मैं कहना चाहूंगी उसका मुंह फिर उदास ना हुआ. ये जो आयत पे मैं इस पदभाग पे ठहरना चाहती हूँ. ഹന്നായുടെ ജീവിതത്തിലെ അവളുടെ മുഖം വാടുന്നതായ പല വിഷയങ്ങൾ അവളുടെ ജീവിതത്തിൽ കടന്നുപോയി. हन्ना के जीवन को अगर हम देखें और हम अच्छे से जानते हैं उसके जीवन की कई परिस्थितियां ऐसी थी जिससे उसका मुंह उदास रहे, उदासी उसके चेहरे पे दिखे, ऐसा उसका परिस्थितियां थी. നമുക്കെല്ലാവർക്കും അറിയാം ഹന്നായിക്ക് ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു, പെനിന്ന. और उस कहानी को हम अच्छे से जानते हैं. हन्ना से स्पर्धा करने वाली उसके घराने के अंदर ही पेनिना नाम की स्त्री उसके साथ थी. അതിൻ്റെ 6-ാം വാക്യത്തിൽ 6 യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കണോ അവളെ മൂഷിപ്പിച്ചു. और 6 आयत 6 कोई पढ़ने में हेल्प करिएगा, मेरा चश्मा आज हाथ में नहीं. ദൈവമക്കളെ, ആലയത്തിൽ പോയി ഏത് പ്രശ്നത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും അവളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ദിവ്യ സ്വഭാവമുള്ളവളായിരുന്നു ഹന്ന. എന്നാൽ അവൾക്കുണ്ടായിരുന്നു ഒരു പ്രതിയോഗി. अपने हालातों में हम हन्ना को यदि देखें प्रार्थना और आराधना करने वाली एक बहन के रूप में हम उसको समझ सकते हैं, लेकिन उसके जीवन में भी उससे स्पर्धा करने वाली उसके घर के अंदर ही ऐसी एक बहन थी. उसके जीवन में भी ऐसा एक घटक था. ഹന്ന ആലയത്തിൽ പോകുന്നവളായിരുന്നു, പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവം അവളുടെ ഗർഭം അടച്ചിരുന്നു. आप देख सकते हैं हन्ना प्रार्थना करती थी, हन्ना प्रभु के भवन में जाती थी, इसके बावजूद भी उसके कोख को यहोवा ने बंद करके रखा था, ऐसा हम पढ़ते हैं. ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ നാം കുറച്ച് നാൾ കൊണ്ട് പറയുന്നൊരു വിഷയമാണ്, കർത്താവേ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഞാൻ ആരാധനയ്ക്ക് പോകുന്നു. ഇതൊക്കെ ആണെങ്കിലും എൻ്റെ നന്മയെല്ലാം അടഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. മാത്രമല്ല ഇത് കളിയാക്കാൻ വേണ്ടി, ഇത് പറഞ്ഞ് നമ്മളെ വ്യസനിപ്പിക്കാൻ വേണ്ടി ഒരു പ്രതിയോഗി നമുക്കുണ്ടാകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട് ദൈവമക്കളെ. इसी तरह से हम भी कई बार हमारे जीवन की परिस्थितियों को देखकर हम प्रभु से बोलने लगते हैं कि प्रभु मैं प्रार्थना करती हूँ, मैं तेरे साथ समय बिताती हूँ, वचन पढ़ती हूँ, तेरे आलय में जाती हूँ, इसके बाद भी कई मेरे विषय ऐसे लगता है मानो जैसे कोख बंद कर रखा, बोला वैसी बंद पड़ी हुई है. ऐसा क्यों? और यही नहीं, ये काफ़ी नहीं है. हमारे इन परिस्थितियों को देखकर मजाक उड़ाने के लिए, हमसे स्पर्धा करने के लिए, उस पे विमर्श करने के लिए भी कुछ लोग हमारे परिवार के अंदर या आस पड़ोस में कलीसिया में भी हम मतलब है करके हम प्रभु से कहते हैं. ദൈവമക്കളെ,
ദൈവം അറിഞ്ഞോണ്ടല്ലേ അവിടെ ഗർഭം അടച്ചത്? क्या ദൈവം परमेश्वर ने जानबूझ के, इसमें जो लिखा है कि प्रभु ने ही तो उसके कोख को बंद किया है। ദൈവം അറിഞ്ഞോണ്ടല്ലേ അവക്കൊരു പ്രതിയോഗി ഉണ്ടായത്? क्या परमेश्वर की जानकारी के बिना तो नहीं था कि उसके घर के अंदर उससे स्पर्धा करने वाली एक बहन वहां पर मौजूद है? എന്തിനിങ്ങനൊക്കെ സംഭവിച്ചു എന്ന് നാം ചിന്തിച്ചു പോകും. ऐसे सोच सकते कि ऐसा क्यों, ऐसा हम सोच सकते हैं। प्रार्थना करने वाले हैं, आलय में जाते, तो ऐसा क्यों? എന്നാൽ ദൈവമക്കളെ പറയട്ടെ, അവളെ നല്ല ഒരു പ്രാർത്ഥനക്കാരത്തി ആക്കി തീർത്തത് അവളുടെ ഈ പ്രതികൂലവും ഇവളുടെ ഈ പ്രശ്നവും ഒക്കെയാണ്. അതുപോലെ തന്നെയാണ് ദൈവമക്കളെ നമ്മളുടെ ജീവിതത്തിലും ഈ എന്തുകൊണ്ടെന്ന് പറഞ്ഞ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഒരു വശം ഒരു പക്ഷേ ഈ പ്രശ്നമല്ലേ എന്നെയും നിങ്ങളെയും ഒരു നല്ല പ്രാർത്ഥനക്കാരത്തിയായി രൂപാന്തരപ്പെടുത്തി എടുത്തത്. हम देख सकते हैं हन्ना के जीवन में ऐसा क्यों। हम उसकी कहानी को जब देखते तो हम भी पूछ सकते हैं, पर क्या वो परिस्थितियों ने उसको परमेश्वर की ओर नहीं ढकेला? उसे एक प्रार्थना के कमरे में प्रार्थना योद्धा बना के उसको खड़ा नहीं किया? और जहां पे उसने प्रार्थना के जवाब को देखा, इसी तरह से हम सबके जीवन में जो भी अवस्थाएं हमारे बार बार स्वाभाविक रीति से हमारे मन में जो सवालें उठती हैं कि ऐसा क्यों बोलने वाली सारी परिस्थितियां मुझे और आपको हमारे परमेश्वर के करीब ले जाने के लिए, घुटने पे हमको ले जाने के लिए और अच्छे प्रार्थना योद्धाओं के रूप में हमारे जीवन को परिवर्तित करने के लिए ही ऐसी परिस्थितियां प्रभु ने हमारे जीवन में रख छोड़ा है। അവൾ പ്രാർത്ഥിച്ച ഉടനെ ഒന്നും അവൾക്ക് മറുപടി ലഭിച്ചില്ല. അവൾക്ക് പിന്നെയും പരിഹാസം, അവൾക്ക് പിന്നെയും പ്രതിയോഗി. അവളെ ആലയത്തിലോട്ടൊന്ന് പോകുമ്പോൾ കൂടുതൽ ഈ പെണ്ണിനെ അവളെ പരിഹസിച്ചുകൊണ്ടും വ്യസനിപ്പിച്ചുകൊണ്ടും ഇരുന്നു. എന്തിനെന്ന് ചോദിക്കുന്നു. അതുവരെയും അവൾക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല. हम देखते हैं हन्ना ने प्रार्थना किया, तुरंत जवाब उसको नहीं मिल रहा है। वही घर के अंदर वही माहौल, वही उससे प्रतिस्पर्धा करने वाली पेनिन्ना, उसकी मजाक उड़ाते हुए, इसकी परिस्थितियों को लेकर मजाक उड़ाते हुए वो भवन जा रही है, सब कुछ कर रही है, तुरंत जवाब मिलते हुए हमें दिखाई नहीं दे रहा उन पदभागों में। എന്നിട്ടും അവൾ പ്രാർത്ഥന മുടക്കിയില്ല, ആലയത്തിൽ പോക്ക് മുടക്കിയില്ല. കാരണം ആലയത്തിലേക്ക് പോകുമ്പോഴേ ഇത് കൂടുതൽ ചെയ്യുന്നത്. എങ്കിലും അവിടെ തീരുമാനമോ അവിടെ പ്രാർത്ഥനയോ അവിടെ ആലയത്തിലേക്ക് പോക്കോ ഒന്നും അവൾ കുറച്ചില്ല, അവൾ മുടക്കിയില്ല. അവൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പിറുപിറുത്തുകൊണ്ട് വീട്ടിലിരിക്കുകയല്ല ചെയ്തത്. और जितना वो परमेश्वर के भवन में जाती उतना पेनिन्ना उसकी मजाक उड़ाती और उससे सवाल करती, उसकी परिस्थितियों को लेके उसको टोकती रहती। पर इससे आप देख सकते हैं हन्ना ने इन परिस्थितियों को लेकर उसने निर्णयों को बदला नहीं, चुनाव को बदला नहीं, घर पे बैठी नहीं रही, पीछे नहीं हटी, वो और भवन में जाती, वो फिर परमेश्वर के सामने जाके अपने दिल को खोल के प्रार्थना करने वाली बनती चली गई। ദൈവമക്കളെ, ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവരല്ലേ, ആർക്കെങ്കിലും കർത്താവേ ഇതുവെനിക്ക് മറുപടി കിട്ടിയില്ല, ഞാൻ എൻ്റെ പ്രാർത്ഥന എനിക്ക് ഞാനും പോകുന്നില്ലെന്ന് മനസ്സുകൊണ്ടെങ്കിലും ചിന്തിച്ചവരുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ഇത് കൂടിയത്, ഞാൻ ആലയത്തിൽ കൂടുതൽ പോകുമ്പോൾ കൂടുതൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഇനി ഞാൻ പോകുന്നില്ല എന്ന് ആരെങ്കിലും മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ ഹന്നയ്ക്ക് ആദിക്കൊന്നും മറുപടി കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവൾ ഇത് ചെയ്തതിന് അതിൻ്റെ എല്ലാം കൂടെ പ്രതിഫലം കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ദൈവമക്കളെ, നമുക്ക് ധൈര്യമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാം. हालेलुया। आज शाम को यदि हमारे बीच में हमें सुनने वाले कोई भी परमेश्वर के जन यदि आज इस सोच से हैं कि जितना मैं प्रभु के करीब जितना जाते और जितना हम परमेश्वर के भवन में जा रहे, प्रभु के लिए हम खड़े हो रहे, उतना हमारे जीवन में परिस्थिति विपरीत होता जा रहा है, जवाब नहीं मिल रहा है, कोई उपाय और निकास नहीं दिख रहा, अगर अब नहीं जाऊंगी सोच के पीछे हटने का मन किसी का बन रहा हो, तो परमेश्वर में हम आपसे कहना चाहते हैं, हन्ना को तुरंत जवाब नहीं मिला, लेकिन उसका अंत बहुत सुंदर था, सामर्थी था। इसी तरह से परमेश्वर हम में से हर एक के जीवन में, खास तौर से ऐसे व्यक्ति जीवन जो ऐसे सवाल और ऐसे आज शाम को यदि कोई ऐसा जूझ रहा है कि अब क्या मतलब है जाके, ज्यादा जितना जा रहे प्रभु के करीब जा रहे उतनी परेशानियां, तो आपसे कहना चाहते हैं धीरज के साथ, धैर्य के साथ प्रभु में, वचन में बने रहिए।
അതിൻ്റെ 10-ാം വാക്യത്തിൽ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ആലയത്തിൽ ചെന്ന് ചെയ്ത इसमें കാര്യമാണ്. 10वें आयत को हम पढ़ेंगे. അവൾ और ये मन में व्याकुल होकर, देखिए, मन में व्याकुल होकर यहोवा से प्रार्थना करने और बिलख बिलख कर रोने लगी. അവൾ ഒരു നേർച്ച നേർന്നു. और उसने एक मन्नत को मांगी. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്ന് ദൈവസന്നിധിയിൽ അവൾ തീരുമാനമെടുത്തു. उसने मन्नत मांगी. मन्नत क्या मांगी? 11वें आयत को हम देखते हैं. और उसने ये मन्नत मानी कि हे सेनाओं के यहोवा, यदि तू अपनी दासी के दुख पर सचमुच दृष्टि करे और मेरी सुधि ले और अपनी दासी को भूल ना जाए और अपनी दासी को पुत्र दे, तो मैं उसे उसके जीवन भर के लिए यहोवा को अर्पण करूंगी और उसके सिर पर छुरा फिरने ना पाएगा. നോക്കണേ ദൈവമക്കളെ, ഈ പ്രതികൂലത്തിൻ്റെ മുൻപിൽ അവൾ ദൈവസന്നിധി വന്നപ്പോൾ ഇപ്പം അവളൊരു തീരുമാനം കൂടെ എടുക്കുകയാണ്. അപ്പോൾ ആത്മീയമായിട്ട് അവൾ ഓരോ ഈ പ്രതികൂലം ആത്മീയമായിട്ട് അവളെ പുറമോട്ട് കൊണ്ടുപോകല്ല ചെയ്തത്. അവളെ ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ, നിന്നയുടെ മുമ്പിൽ, വ്യസനിപ്പിക്കുന്ന മുമ്പിൽ അവൾ വീട്ടിൽ കുത്തിയിരുന്നില്ല. അവൾ ആലയത്തിൽ പോയി അവിടെ ചുമ്മാതിരിക്കുകയല്ലായിരുന്നു. ദൈവസന്നിധിയിൽ മനോവ്യസനത്തോടെ കരഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തു. और आप देखिए, प्रतिकूल परिस्थितियों में हन्ना बिल्कुल भी पीछे नहीं हट रही है. वो परमेश्वर में बनी हुई है, प्रभु के सामने प्रार्थनाओं को कर आगे आ रही. और आप एक कदम और वो निर्णयों को, दृढ़ निर्णयों को ले रही है. आप ये देखती, इस परिणाम उसके जीवन में ये हो रहा है, प्रतिफल ये हो रहा है कि निर्णय की ओर हन्ना का जीवन बढ़ रहा है. ये कितना सुंदर है. ദൈവമക്കളെ, ഇന്ന് രാത്രിയിലെ ഇവിടെ വന്നിരിക്കുന്നവരിലെ നമുക്ക് പുറമോട്ടൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനം എടുക്കാം. കർത്താവേ, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന തീരുമാനമെടുക്കുന്നു. ഏത് ഭാഗത്താണ് ഞാൻ തീരുമാനമെടുക്കേണ്ടത്, ഞാൻ ഏറ്റു പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ വാഗ്ദത്തം പ്രാപിക്കുവാൻ നാം സമീപത്തോട് കൂടുതൽ അടുത്തടുത്ത് വരികയാണ് ദൈവമക്കളെ. हालेलुया. आज शाम को ठीक हन्ना की तरह हमें भी यही करना है. हमारे जीवन के, व्यक्तिगत जीवन के क्षेत्र में कौन सा वो क्षेत्र है जहां एक निर्णय की जरूरत है. हालेलुया. और निर्णय के लिए हमें देरी नहीं करनी, निर्णय लेना है, ताकि हम, प्रभु ने हमें व्यक्तिगत रूप से, हमें हमारे परिवार के लिए दिए हुए वायदों को हमें पकड़ना है. और वायदे के दिन अब हमारे जीवन, हमारे परिवार, हमारे सेवाओं के लिए समीप है. ये हम धैर्य रखें. തീരുമാനം എടുത്തിട്ടും അവിടെ പ്രശ്നങ്ങൾ ഒട്ടും കുറഞ്ഞില്ല. और निर्णय लेकर भी तुरंत एक निकास और एक समाधान हम उसके जीवन में, हन्ना के जीवन में नहीं देख रहे. അവൾക്ക് മറുപടി ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണവും അവിടെ കണ്ടില്ല. और वहां पर उसके जीवन की परिस्थितियों को यदि हम देखें, निर्णय लेके घर लौट रही, लेकिन कोई लक्षण परिवर्तन के उसके घर हालात परिस्थितियों में तुरंत नहीं दिख रहा है. ദൈവസന്നിധി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതൻ പോലും അവളെ അപമാനിക്കുന്ന വിധത്തിൽ, അവളെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങളാണ് അവിടെ നേരെ വന്നത്. और जब परमेश्वर की हुजूरी में दिल खोल के रोने की अवस्थाओं में भी हम देखते कि परमेश्वर की आलय का रखवाला, जो प्रभु का दास है, वो भी उसको गलत समझ रहा है और उसकी निंदा कर रहा है. ऐसी अवस्थाओं को हम देख रहे हैं. ഈ അപമാന വാക്കിൻ്റെ മുഖത്തും അവളുടെ സ്വഭാവത്തിനൊരു ചേഞ്ച് ഉണ്ടായില്ല. പെനിന്ന അവളെ അപമാനിച്ചപ്പോൾ അവളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പുരോഹിതൻ അവളെ അപമാനിക്കുന്ന വിധത്തിൽ പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവളുടെ ആത്മീയം തീരുമാനം ഒട്ടും കുറഞ്ഞു പോയില്ല. ഇനി എനിക്ക് എങ്ങും പോകാനില്ല, ഇനി ഞാൻ അങ്ങ് ദൈവത്തെ വിട്ടുപോകുക എന്നൊന്നും അവൾ പറഞ്ഞ് പുറമോട്ട് പോയില്ല. हालेलुया. हम देखते हैं हन्ना के स्वभाव में कोई, उसके आदतों में कोई, प्रार्थना की आदत में कोई फर्क नहीं आया. जब पेनिना उसके घर पे स्पर्धा करती रही, उसको परेशान करती रही, वहां पर भी उसके प्रार्थना में कोई फर्क नहीं पड़ा. जब परमेश्वर के दास ने उसको गलत समझा, गलत फहमी की शिकार हुई, तब भी कोई फर्क नहीं पड़ा. प्रार्थना में वो बनी रही, वो पीछे नहीं हटी. दूसरों के बर्ताव से वो प्रभावित होके पीछे नहीं हट रही है. वो हमें देखने मिल रहा है. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നിന്നയോടും
പരിഹാസത്തോടും പ്രയാസത്തോടും ദുഃഖത്തോടും ദൈവസന്നിധി കടന്നു വന്നെങ്കിൽ ദൈവജനമേ, ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ സമയമായി. അതുകൊണ്ടാണ് കഠിനമായ ശോധനയും കഠിനമായ നിന്നയും നിന്റെ ജീവിതത്തിൽ വരുന്നത്. പതറിപ്പോകണ്ട, വിശ്വസിക്കുക, ഉറപ്പോടെ ദൈവസന്നിധി നിൽക്കുക. തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിപ്പാൻ സമയമായി. ഇനി കർത്താവ് ദീർഘിപ്പിക്കത്തില്ല. आप आज शाम को फिर से प्रभु आपको ये चीज़ प्रोत्साहित करना चाहता है। यदि दुख बढ़ रहा है, मुसीबत ज़्यादा दिख रही है, तो बस समय निकट है। परमेश्वर का कार्य वायदों के, आपके जीवन के वायदों के संबंध में प्रकट होने का समय निकट है। आप थामे रहें, आप बने रहें। प्रभु आपसे यही कहना चाहता है। ഈ അപമാനത്തിൻ്റെ മുമ്പിലും താഴ്മയോടെ ദിവ്യ സ്വഭാവം കാണിച്ച ആ സഹോദരിക്ക് വേണ്ടി ആ അപമാനിച്ച പുരോഹിതൻ തന്നെ അവർക്ക് അനുഗ്രഹം ലഭിക്കുവാൻ ദൈവം ഇടയാക്കി. आप देखिए, अपमान के, परमेश्वर के दास के अपमान भरे शब्दों के सामने नम्रता और दीनता से जब ये बेटी, ये बहन बनी रही, वही परमेश्वर के दास के मुंह से आशीष भी इसके जीवन के लिए प्रभु ने निकाला। तो आप इस चीज को गौर करें और अपने जीवन में ग्रहण करें। അവളുടെ കംപ്ലൈൻസ് എല്ലാം കൂടെ അവരോട് പറയുകയല്ല ചെയ്തത്. പിന്നെ പറഞ്ഞതാ, ഇത് കേട്ടപ്പോഴേ അവളുടെ മുഖം പിന്നെ വാടിയില്ല. അപമാനിച്ച പുരോഹിതനായാലും ആരിന്നാലും ദൈവശബ്ദം കേട്ടപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയില്ല. അവൾ അവിശ്വസിച്ചില്ല. വിശ്വാസത്തോടെ സന്തോഷത്തോടെ അവൾ അവിടെ വീട്ടിലേക്ക് കടന്നുപോയി. आप देखिए, उसने शिकायतों का पोटली नहीं खोला, शिकायत नंबर 1, शिकायत नंबर 2, ये सारी परिस्थितियों में, लेकिन उसने अविश्वास नहीं किया। जो परमेश्वर की वाणी परमेश्वर के दास से आया, उसने उसको ग्रहण किया। उसके बाद उसका मुंह फिर कभी, ये बहुत गौर देने वाली बात है, फिर मुंह उदास नहीं हुआ। प्रभु के हाथ में सौंपने के बाद, प्रार्थना से उठने के बाद उसका मुंह उदास नहीं हुआ। आनंद के साथ, अविश्वास को छोड़कर विश्वास के साथ, हिम्मत और हियाव के साथ वो वहां से जाती है। ദൈവമക്കളെ, അതിൻ്റെ ഫലം പിറ്റേ വർഷം അവൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈ അപമാനിച്ച പുരോഹിതന്റെ അടുക്കൽ തന്നെ കടന്നു വരുവാനിടയായിട്ട്. और आप देखिए, अगले ही साल वायदे का पुत्र शमूएल को लेकर अपमान किए हुए इसी प्रभु के दास के सामने वो भवन में आ जाती है। ദൈവമക്കളെ, അവൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചെന്ന് മാത്രമല്ല, ആ കുഞ്ഞൊരു പ്രവാചകനായിരുന്നു. ഒരു പ്രവാചകൻ, ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന് വേണ്ടി സത്യമായൊരു പ്രവാചകൻ ഇല്ലെന്ന് വായിക്കുന്ന പോലെ ഒരു നല്ല പ്രവാചകനെ കൂടാണ് ലഭിച്ചത്. അവൾ ഒരു കുഞ്ഞിനെ ചോദിച്ചു. കുഞ്ഞു മാത്രം, അതിൻ്റെ വിശേഷത വലിയൊരു പ്രവാചകനെ കൂടെ, പ്രവചന ശുശ്രൂഷയുള്ള ഒരു കുഞ്ഞിനെ ദൈവം അവൾക്ക് കൊടുത്തു. आप गौर करें कि परमेश्वर ने एक बेटा ही नहीं दिया, लेकिन एक सामर्थी भविष्यद्वक्ता, दान से लेके बेरशबा तक परमेश्वर की वाणी ऐसे बोलने वाला कि उसका एक वाणी का एक शब्द, परमेश्वर का एक वाणी का शब्द व्यर्थ नहीं जाता। बेटा ही, पुत्र ही नहीं मिला, उसके साथ ही परमेश्वर की बड़ी सेवा को अंजाम देने वाला एक पुरुष को प्रभु ने इस बहन के प्रार्थना के उत्तर के रूप में दिया। ऐसा हम गौर करें। ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ കടന്നു വന്നവരില്ലേ, ഹല്ലേലൂയ, ഈ ഹന്നായെ പോലെ പ്രതികൂലം വന്നതുകൊണ്ടല്ലേ നാം കുറച്ചുകൂടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചത്? അതുകൊണ്ടല്ലേ നാം കുറച്ചുകൂടെ തീരുമാനമെടുത്തത്? ഹല്ലേലൂയ. അതിൻ്റെ മുമ്പിൽ നാം പതറാതെ നിന്നതുകൊണ്ടല്ലേ? നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ മറുപടി, അനുഗ്രഹിക്കപ്പെട്ട മറുപടി നമുക്ക് ലഭിക്കുകയുള്ളൂ. हालेलुया। आज शाम को फिर से इस बात को स्मरण करें कि क्या थोड़ी और ऐसी, मतलब विपरीत परिस्थितियां हमारे जीवन में होने से नहीं, हमने थोड़ा और प्रार्थना किया, इन विपरीत परिस्थितियों के चलते ही हमने थोड़ा और बेहतर निर्णयों को लिया, और क्या इसी कारण, इन परिस्थितियों की वजह से ही हमने प्रभु के विश्वास में और दृढ़ बने रहे, उसके फलस्वरूप उत्तम परमेश्वर के वायदे, उत्तम परमेश्वर के श्रेष्ठ कामों को हम देखें और देखने जा रहे हैं। ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ
എന്തുകൊണ്ട് കർത്താവേ എനിക്കിങ്ങനെ സംഭവിച്ചിരിക്കുന്നു? ദൈവം ഹന്നായുടെ ഗർഭം അടച്ചതുപോലെ എൻ്റെ മുൻപുള്ള എല്ലാ വഴി എന്തുകൊണ്ട് അടഞ്ഞിരിക്കുന്നു? എൻ്റെ തലമുറയ്ക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നു? ഹല്ലേലൂയ, എൻ്റെ ജോലിയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതല്ലേ? ഞാൻ വീണ്ടും വിശ്വസ്തയോടെ നിൽക്കുമ്പോഴേ ഹല്ലേലൂയ നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നു. എന്നാൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദോഷത്തിനല്ല, ദൈവം നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് ചെയ്യുന്നത്. हालेलुया। हम जो क्यों सवाल कि प्रभु में विश्वास योग्यता के साथ, खराई के साथ खड़ा रहा, सेवाओं को किया, चीजें मैं बना रहा प्रभु के भवन में, तो फिर क्यों बंद दरवाजे? मेरे बच्चों के जीवन में कई रास्ते क्यों बंद हैं? क्यों नहीं खुल रहा है? प्रार्थनाओं का उत्तर क्यों नहीं मिल रहा है? सोचने से नहीं, लेकिन परमेश्वर अपने कार्य को പ്രകട് കരേഗ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എനിക്കറിയാം, ഓരോ പല വിഷയങ്ങളുണ്ട്. തലമുറയുടെ വിഷയങ്ങളുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ, മുമ്പോട്ട് എങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കുമെന്ന് ഓർത്ത് ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ട്. ദൈവമക്കളെ പതറണ്ട, നാം പ്രാർത്ഥന ഉറ്റിരിക്കുക. പ്രശ്നം വന്നോട് പതറിപ്പോകരുത്, ആരാധന മുടക്കരുത്, പ്രാർത്ഥന കൂട്ടുക, ദൈവസന്നിധി തീരുമാനമെടുക്കുക, ഉറച്ചു നിൽക്കുക. ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അന്നേരവും നമുക്ക് നിന്നയായിരിക്കും. നിന്നയിടുമ്പോൾ ഇപ്പോൾ പതറിപ്പോണ്ട, ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയം അടുത്തിരിക്കുന്നുകൊണ്ട് നമുക്കൊരു പക്ഷേ കഷ്ടങ്ങൾ കൂടും, പ്രതികൂലങ്ങൾ കൂടും, നിന്ദകൾ കൂടും. ഇനി ഒന്നും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ഹന്നായിക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവം കരുണ ചെയ്യാൻ പോകുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട വിഷയത്തിന്മേലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഓരോരുത്തർക്കും മറുപടി തരുവാൻ പോകുന്നു. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര കേട്ടിരുന്നാൽ നമുക്കൊന്നും ലഭിക്കത്തില്ല. നമുക്ക് വിശ്വസിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. हालेलुया। परमेश्वर के जन यहाँ पे बैठे अलग अलग परिस्थितियों के साथ है। मैं जानती हूँ आर्थिक परिस्थितियां हो सकती है, आपकी अगली पीढ़ी की बातें हो सकती है, कई पारिवारिक बातें हो सकती है, कई विषयों से आप जूझ रहे होंगे। लेकिन हम थोड़ा और बेहतर प्रार्थनाओं में बढ़े, मजबूत हो जाएं और बेहतर निर्णयों को ले। हालेलुया। और हम आगे बढ़ते चले जाए, क्योंकि प्रभु का कार्य हमारे जीवनों में, हमारे व्यक्तिगत जीवन, हमारे पारिवारिक जीवन और वायदों के विषयों में प्रकट होने का समय आ गया। आइए हम धीरज के साथ हालेलुया और विश्वास और अटल दृढ़ निश्चय के साथ, दृढ़ निर्णयों के साथ बढ़े। वही समय है हालेलुया प्रोत्साहित होकर हम आगे बढ़े. हालेलुया. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പേ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാം. इन प्रभु ने जो आज शाम को हमें याद दिलाए वचन के सामने, आइए हम 1 मिनट प्रार्थना को करें. നമ്മുടെ കംപ്ലൈൻസ് എല്ലാം മാറ്റി നമ്മുടെ തീരുമാനം പുതുക്കിക്കൊണ്ട് ആരോടും പിറുപിറുക്കാതെ ആരോടും വഴക്കിന് പോകാതെ അല്ലെങ്കിൽ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ शांततयोड़ तालमेयोड़ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. हमारे शिकायतों को सब हटाकर, हमारा बड़बड़ाना बुड़बुड़ाना सब हटाकर, हालेलुया, किसी ने हमें एक कुछ दिया तो उसके बदले उसके बदला देने के लिए नहीं, लेकिन आइए हम प्रार्थना में प्रभु के और करीब चले. हालेलुया. സ്തോത്രം കർത്താവേ, സ്നേഹമുള്ള സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. प्रेमी स्वर्गीय पिता, आज रात के लिए हम आपका धन्यवाद करते हैं. പല പ്രതികൂലങ്ങളുണ്ടായിട്ട് ഇന്ന് രാത്രി ഈ ആലയത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്ന അപ്പച്ചാ. अनेक प्रतिकूल परिस्थितियों के बीच में भी प्रभु तू तेरे लोगों को यहाँ लेकर आया और अब आप क्या तुम्हें सौंपते हो. धन्यवाद करते हैं. ഞങ്ങളുടെ എല്ലാം വേദനയും ഹൃദയത്തിന്റെ അവസ്ഥയും അറിയുന്ന, ഞങ്ങളുടെ ശരീരത്തിന്റെ വേദനയും പ്രയാസവും അറിയുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പൽക്കാലം ഇവിടെ ഉള്ളതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. हमारे मन और शरीर और सारी बातें और दर्द सब कुछ जानने वाला एक अच्छा परमेश्वर यहाँ पर मौजूद है, उपस्थित है और मेरे जीवन में है, इसलिए हम धन्यवाद करते हैं. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് മുമ്പേ താഴ്ത്തി ഏൽപ്പിക്കുന്നു. परमेश्वर के वचन के सामने हम अपने आप को समर्पित करते हैं. എല്ലാവർക്കും
കർത്താവ് ഇന്ന് രാത്രികാലം വിഷയത്തിന് മറുപടി തന്നിരിക്കുക. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. हमारे हर एक विषय के ऊपर परमेश्वर ने अपने उत्तर को भेज दिया है, इसलिए विश्वास से धन्यवाद करते हैं. രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹല്ലേലൂയ കർത്താവിന്റെ കരം വെച്ച് ഇന്ന് രാത്രി മറുപടി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. जितने भी हमारे बीच में रोगी हैं, परमेश्वर अपने हाथों को बढ़ाकर छूकर उन्हें चंगा करे, ऐसे हम प्रार्थना करते हैं. തലമുറകളെ കുറിച്ച് ഭാരപ്പെട്ട് അവരുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് വ്യാകുലപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവെ ആ വിഷയം ഏറ്റെടുത്ത് കർത്താവ് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർക്ക് മറുപടി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. अपनी पीढ़ियों को लेकर बहुत ही चिंतित और व्याकुल हालेलुया परमेश्वर के लोगों को हम सौंप के प्रार्थना करते कि पवित्र आत्मा उनके विषयों को अपने हाथों में लेकर अद्भुत रीति से उनके लिए कार्य करे. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ എല്ലാ ഭാരവും എല്ലാ വിഷയവും ദൈവസന്നിധി ഞങ്ങൾ വയ്ക്കുന്നു. हमारे सारे प्रिय लोग जो यहाँ पर हैं और ऑनलाइन जुड़े हुए हैं, उनके सारे विषयों को परमेश्वर हम आपकी हुजूरी में रखते हुए प्रार्थना करते हैं. നിന്ദിക്കപ്പെട്ട് വേദനപ്പെട്ട് വന്നിരിക്കട്ടെ അവിടെ നിന്നെ നീക്കുന്ന ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. प्रभु जी, निंदा और अपमान को लेकर आए हुए कुछ लोग हालेलुया, उनके निंदा और अपमान को तू हटाने जा रहा है और ऐसा एक रात है आज, इसलिए हम आपका धन्यवाद ഇന്ന് करते രാത്രി हैं. ഞങ്ങൾ അത് വിശ്വസിക്കുന്ന അപ്പച്ചാ. आज रात को हम ये विश्वास कर लेते प्रभु. അവിടുത്തെ കരം എല്ലാ പ്രിയപ്പെട്ടവരുടെ ശിരസിന്മേൽ വെച്ചിരിക്കുക. സ്തോത്രം पिता, आपका वो हाथ हर एक के सिर पे तूने रख दिया है, इसलिए आपका धन्यवाद करते हैं. അടിയാട്ടിയെ ഏൽപ്പിക്കുന്നു, ഈ സഭയെ ഏൽപ്പിക്കുന്നു, ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ പാർപ്പിക്കുന്ന എല്ലാവരുടെയും വിഷയത്തിന് ഇന്ന് രാത്രി കാലം മറുപടി ലഭിച്ചു എന്ന് കേൾക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. मैं अपने आप को सौंपती हूँ और कलीसिया को सौंपती हूँ, ऑनलाइन से जुड़े प्रभु के जन सबको सौंपती हूँ, और हर एक के विषय में प्रभु ने कार्यों को करना शुरू कर दिया. हम सुनने जा रहे हैं, इसलिए प्रभु का धन्यवाद करते हैं. അടിയാട്ടിയെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ പകരുമാറാകണം. प्रभु अपने अनुग्रह को तो हम पर उंडेल. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ടെ. सारे प्रभु के लोगों, प्रभु के जन को आशीष दे प्रभु. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, सब കേൾക്കുമാറാകണമേ. कुछ यीशु मसीह के नाम से मांगते, सुन के ग्रहण कर पिता. आमीन. എല്ലാം യേശുവിന്റെ നാമം. ആമേൻ. Praise the Lord. अपने हाथों को उठाकर ईश्वर परमेश्वर को हम धन्यवाद दें. चाहे कैसी भी परिस्थितियां क्यों न हो, चाहे कोई भी माहौल क्यों न हो, प्रार्थना में हमें कदमों को आगे बढ़ाना है ना. प्रार्थना से पीछे नहीं हटना है. और जब मैं और आप प्रार्थना में कदमों को आगे बढ़ाएंगे, परमेश्वर अपनी महिमा को प्रकट करेगा. मैं चाहूँगा पास्टर ब्लेसन आगे आएंगे. कुछ समय और प्रभु के दास वचन से हमसे बातचीत करेंगे. तालियां बजाकर हम परमेश्वर को महिमा देंगे. प्रभु के दास. Praise the Lord. हालेलुया. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം अपने ചെയ്യട്ടെ. हाथों को उठाकर मिलकर हम परमेश्वर को महिमा करें. എല്ലാവർക്കും ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷേ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. कई बातों का तनाव हमारे मनों में होगा, लेकिन हम उन तनावों के बीच में भी हम परमेश्वर की അത് महिमा कर सकते हैं. പ്രതിസന്ധിയുടെ നടുവിൽ അതുകൊണ്ട് പൗലോസ് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. और पौलुस ने कहा कि मसीह में सदैव आनंदित रहो. അത് ദൈവത്തിന്റെ മക്കൾക്ക് മാത്രം കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ്, റിജോയ്സിങ് ഓൾവേസ്, എല്ലാ സമയത്തും സന്തോഷിക്കുക എന്നുള്ളത്. और मैं और आपको प्रभु के द्वारा दिया गया एक विशेष मैं कहूंगा कि अवसर है कि हर परिस्थिति में हम क्या रह सकते हैं, आनंदित रह सकते हैं. ഇന്നലെ രാത്രിക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. और आज रात के समय के लिए मैं परमेश्वर को महिमा देता ഈ हूँ. സായം സന്ധ്യയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ലഭിച്ച നല്ല അവസരത്തിന് കർത്താവിന് ഞാൻ നന്ദി കരയേറ്റുകയാണ്. और इस समय के लिए मैं परमेश्वर को महिमा देना चाहता हूँ. ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കൊച്ചുവാപ്പയോടൊപ്പം ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. लगभग 12 साल पहले मैं यहाँ पर आया था अंकल के साथ में. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത और वह मेरे जीवन के कुछ ऐसे अनुभव थे जो मैं भूल नहीं पाया. ഒക്കെ ആയിരുന്നു എനിക്ക് ആയി തീർന്നത്. और कई कुछ गांवों में जाकर सेवा करने के लिए भी उस समय में प्रभु ने अवसर दिया था. എന്നോടൊപ്പം ദാസപ്രിയ സന്തോഷ് പാസ്റ്ററുടെ കുടുംബത്തോടൊപ്പം പ്രിയപ്പെട്ട
ലഭിച്ച നല്ല അവസരം ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. और प्रभु ने ये जो अवसर हमें दिया, उन अवसरों के लिए मैं परमेश्वर को धन्यवाद देना चाहता हूँ. കർത്താവ് നമ്മെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. और परमेश्वर हमें आशीष देने पाए. കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സന്ദേശം നൽകി തരുവാനിടയായി തീർന്നല്ലോ. और प्रभु हमसे वचन के माध्यम से बातचीत कर रहा था. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഇടപെടുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. हम चाहे किसी भी हालात से होकर क्यों न गुजरे, उस हालात के मध्य में हमारे लिए कार्य करने वाला एक परमेश्वर हमारे लिए उपलब्ध है. സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. हमसे प्रेम करने वाला परमेश्वर, जिसके हम उपासना करते हैं, वो जीवित परमेश्वर. നാം മരിച്ചൊരു ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്. हम ऐसे प्रभु की आराधना नहीं कर रहे हैं जो आज जीवित മരണത്തെ नहीं है. ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. मृत्यु को परास्त करके तीसरे दिन जी उठे हुए जीवित परमेश्वर की आराधना में और आप कर रहे हैं. അതുകൊണ്ടാണ് പ്രതിസന്ധി വേളയിൽ നമ്മൾ തളരാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി തീരുന്നത്. और इसीलिए विपरीत माहौल के मध्य में भी बिना निराश हुए हम हियाव के साथ में खड़े रह पाते हैं. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നൽകി തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവച്ച് ദൈവസന്നിധിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. और प्रभु के वचन में से कुछ बातें संक्षिप्त में रखकर मैं बैठना चाहूंगा. ഇന്ന് രാത്രിയിലെ വചനധ്യാനത്തിനായി ഒരു വേദശകലം ഞാൻ വായിക്കട്ടെ. 129 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. भजन 129 उसके आरंभिक 2 पदों को मैं आपके लिए यहाँ पे पढ़ना चाहूंगा. 129 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. भजन संहिता 129 उसका 1 और 2. इज़राइल अब यह कहे, मेरे बचपन से लोग मुझे बार बार क्लेश देते आए हैं. मेरे बचपन से वे मुझको बार बार क्लेश देते तो आए हैं, परंतु मुझ पर प्रबल नहीं हुए. ആമേൻ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ഭാഗമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാനിടയായി. और वर्तमान परिस्थितियों के मध्य में पवित्र आत्मा ने मेरे दिल में ये वचन दिया जो मैंने आज आपके मध्य में पढ़ के सुनाया. 120 മുതലുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതമെന്ന് അറിയപ്പെടുകയാണ്. और 120 से लेकर जो भजन है उनका शीर्षक यात्रा का गीत हम इस प्रकार से पाते हैं. ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിപ്പാൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ് 120 മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. और इजरायली लोग जब यरूशलेम की ओर परमेश्वर की आराधना करने के लिए वे सफर किया करते थे, उन समयों में आराधना में गाने वाले गीतों का संकलन 120 से लेकर हम आगे देखते हैं. യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മോറിയ മലയുടെ മുകളിലാണ്. और यरूशलेम का जो आराधनालय मोरिया पर्वत के पहाड़ के ऊपर ऊंचे स्थान पर स्थित. ആ മോറിയ മലയുടെ അടിവാരത്ത് നിന്നൊരു ദൈവഭക്തൻ ദൈവസന്നിധിയിൽ പറയുന്നു. 120 സങ്കീർത്തനം ആരോഹണ ഗീതം ആരംഭിക്കുന്നത്, ഞാൻ എന്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. और जब उस ऊंचाई की ओर जब एक प्रभु का दास यात्रा आरंभ करता है, 120 के एक में लिखा है, संकट के समय मैंने यहोवा को पुकारा और उसने मेरी सुन ली. उस शब्दों के साथ में वो सफर को आरंभ करता ആ है. കഷ്ടതയുടെ വേളയിലായിരിക്കുമ്പോൾ അവൻ പർവ്വതത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. അതാ 121 സങ്കീർത്തനം. और 121 में लिखा है कि मैं अपनी आंखें पर्वतों की ओर लगाऊंगा, मुझे सहायता कहां से അങ്ങനെ ആ मिलेगी. പർവ്വതത്തിന്റെ അടിവാരത്തിൽ ആയിരിക്കുമ്പോൾ ചിലർ അവരോട് പറഞ്ഞു. 122 സങ്കീർത്തനം, നമുക്ക് ആലയത്തിലേക്ക് പോകാം. ആ വാക്ക് കേട്ടപ്പോൾ ആ സങ്കീർത്തനക്കാരന് സന്തോഷമുണ്ടായി. और हम देखते हैं कि उस सफर के मध्य में 122 में जब हम आते वहां लिखा है, जब लोगों ने मुझसे कहा आओ हम यहोवा के भवन को चले, तब मैं आनंदित ആ हुआ. പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് താൻ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട ഭക്തൻ 123 സങ്കീർത്തനത്തിൽ പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്കലേക്ക് ഞാൻ എന്റെ കണ്ണുയർത്തുന്നു. और हम उसी क्रम में 123 के 1 में देखते हैं, हे स्वर्ग में विराजमान, मैं अपनी आंखें तेरी ओर लगाता हूं. അതിനുശേഷം അവിടെ നിന്ന് ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തിട്ട് പറയുന്നു, ദൈവം ശത്രുക്കൾ നമ്മോട് എതിർത്തപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തകർന്നു പോകുമായിരുന്നുവെന്ന് 124 സങ്കീർത്തനത്തിൽ പറയുന്നു. और हम देखते हैं कि उसी आराधना के क्रम में 124वें भजन को देखे, वहां पर इज़राइल को लिखा है कि इज़राइल यह कहे कि यदि हमारी और यहोवा न होता, यदि यहोवा उस समय हमारी और न होता जब मनुष्यों ने हम पर चढ़ाई की. അതുകൊണ്ട് തന്നെ
പ്രധാനപ്പെട്ട കാരണം 125 സംഖ്യത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഈ ഇന്നലകളിൽ നടന്ന പ്രതിസന്ധികളിലും ദൈവത്തിൽ ആശ്രയിച്ചു നിന്നതുകൊണ്ട് കുലുങ്ങാതെ നിൽക്കുവാനിടയായി. और 125 में हम देखते हैं कि उसके पहले जो यहोवा पर भरोसा रखते हैं वे सियोन पर्वत के समान है जो टलता नहीं वरन सदा बना रहता है. ആ 126, 127, ഈ സങ്കീർത്തനങ്ങളിലെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെയും ആ ദൈവത്തിൽ ആശ്രയിച്ചവരുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് 128 സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ പറയുന്നു. और 126, 127, 128 उन भजनों में भी जब हम परमेश्वर पर भरोसा करते हैं और उसके परिणाम स्वरूप हमारे जीवन में क्या आशीषें मिलती है उसके बारे में हम देखते हैं. 129 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, लेकिन जब हम 129वें भजन में आते हैं തന്റെ ഇസ്രായേലിന്റെ ഇന്നലകളിലെ ചരിത്രം സങ്കീർത്തനക്കാരൻ എടുത്തിട്ട് ദൈവസന്നിധിയിൽ നന്ദി കരേറ്റുകയാണ്. और हम देखते हैं कि अपने पिछले जिंदगी को याद करते हुए भजनकार परमेश्वर को कैसे धन्यवाद देता है उसके बारे में हम वहां देखते അത് അവരുടെ ഒരു സാക്ഷ്യമായിരുന്നു. और यह उनकी गवाही थी. ആ സാക്ഷ്യം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മെ നിലനിർത്തുന്ന ഒരു സാക്ഷ്യമാണ്. और पिछले दिनों में प्रभु ने कैसे चलाया वह गवाही उनको वर्तमान समयों के अंदर खड़े रहने के लिए ही आओ प्रदान करती थी. അത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇതാണ്. और इजराइल के बारे में जो गवाही थी, ബാല്യം മുതൽ ഉപദ്രവിക്കപ്പെട്ടവരാണവർ. वह बचपन से लोगों के द्वारा उपद्रव में से होकर गुजरा हुआ, പക്ഷേ ജയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. लेकिन कोई भी उन पर प्रबल नहीं हो पाया. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് ഞാൻ തലക്കെട്ട് കൊടുക്കട്ടെ, ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും പരാജയപ്പെടാത്തവർ. आज रात को जो संदेश प्रभु ने मुझे आपके लिए दिया है वो इस प्रकार से कि आप उपद्रव में से होकर गुजरते होंगे लेकिन कोई भी आप पर प्रबल नहीं हो पाएगा. ഉപദ്രവങ്ങൾ അനവധി ഉണ്ടെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ഉപദ്രവങ്ങളുടെ നടുവിൽ നാം പരാജയപ്പെടുന്നവരല്ല, വിജയശ്രീ ലാളിതരായി മുന്നോട്ട് പോകുന്നവരാണ്. देखिए भाई, कई क्लेशों से होकर हमें शायद गुजरना पड़ सकता है लेकिन वे क्लेश हम पर हावी नहीं होंगे. वहां पर हमारा प्रभु हमें जय में आगे चलाने वाला है. ആ ഉപദ്രവങ്ങൾ ഇന്ന് ആരംഭിച്ചതല്ല, അത് ബാല്യം മുതൽ ആരംഭിച്ച ഉപദ്രവങ്ങളാണ്. और वह क्लेश आज आरंभ नहीं हुआ, बचपन से क्लेशों की एक श्रृंखला से होकर हमें गुजरना पड़ता था. ഇസ്രായേലിന്റെ ബാല്യം എന്ന് പറയുന്നത് ഹോശേയ പ്രവചനം 11 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ആ ബാല്യത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और हम देखते हैं कि होशिया नबी की पुस्तक उसके 11वें अध्याय के पहले पद में इस्राएल जब बालक था, बचपन की अवस्था में था, वह किस प्रकार से प्रभु ने उसे चलाया हम उसके बारे में हम देखते हैं. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്. और होशिया नबी की पुस्तक उसका 11वां अध्याय उसका 1 में हम देखते हैं, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. जब इस्राएल बालक था तब मैंने उससे प्रेम किया മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. और अपने पुत्र को मिस्र से बुलाया. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇസ്രായേലിന്റെ ബാല്യകാലം എന്ന് പറയുന്നത് അവർ മിസ്രയീമിൽ നിന്ന കാലഘട്ടമായിരുന്നു. और इस्राएल की बाल्यावस्था से तात्पर्य जब मिस्र की गुलामी में थे वह अवस्था. ആ ബാല്യകാലം മുതൽ ഉപദ്രവിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ എന്ന് കാണാൻ കഴിയുന്നു. और मिस्र की गुलामी के अंदर क्लेशों की भट्टी से होकर गुजरा हुआ एक समूह था इस्राएल. അന്നു മുതൽ ഉപദ്രവിക്കപ്പെട്ടെങ്കിലും ഈ കാലഘട്ടം വരെ പരാജയപ്പെടാൻ അനുവദിക്കാത്ത, ദൈവം അനുവദിക്കാത്ത ഒരു ജാതിയായി ഇസ്രായേൽ ഇന്നും നിലകൊള്ളുന്നു. देखिए, उपद्रवों की श्रृंखला से वो वहां से चलता गया लेकिन हम देखते हैं कि कोई भी उस पर प्रबल नहीं हो पाया. हर क्लेशों पर जयवंत होकर वो आगे बढ़ता चला गया. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മിസ്രയീമിൽ ബാലനായിരുന്നപ്പോൾ അവർക്ക് നേരിട്ട ഉപദ്രവങ്ങൾ എന്തൊക്കെയാ? और यदि ऐसा है तो इस्राएल जब मिस्र में बाल्यावस्था में था तब किन उपद्रवों से होकर इस्राएल गुजरा? പ്രധാനപ്പെട്ട 3 പ്രതിസന്ധികളാണ് അവർക്ക് അവിടെ ഉണ്ടായത്. और मुख्य रीति से 3 प्रकार की समस्याओं को या क्लेशों को उन्होंने सामना किया. പുറപ്പാട് പുസ്തകം 1 അധ്യായത്തിലേക്ക് വരുമ്പോൾ निर्गमन उसके पहले अध्याय में ഇസ്രായേൽ ബാല്യത്തിലായിരുന്നപ്പോൾ അവരെ ഉപദ്രവിച്ചതും അതിനകത്ത് അവരെ തോൽപ്പിക്കാതിരുന്നതുമായ ചരിത്രം നമുക്ക് അവിടെ കാണാൻ हम കഴിയുന്നു. निर्गमन उसके पहले अध्याय सीधे अध्ययन करें तो हम वहां पर समझ पाएंगे कि कैसे इस्राएल के खिलाफ कई लोगों ने अपने आक्रमणों को छोड़ा लेकिन कोई भी उस पर प्रबल नहीं हो पाया. ബാല്യകാലത്തിൽ ഇസ്രായേലിൽ ഉണ്ടായ ഒന്നാമത്തെ ഉപദ്രവം
और हम देखते हैं कि उसकी बाल्यावस्था में इजराइलियों के खिलाफ जो पहले ही चुनौती जो आई, അതിന് 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. और 1:11 में हम देखते हैं അതിന് വായിക്കും, അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. 1:11 में लिखा है, इसलिए उन्होंने उन पर बेगारी कराने वालों को नियुक्त किया कि वे उन पर भार डाल डालकर उनको दुख दिया करे. മിസ്രയീമിൽ യോസഫിന്റെ കീഴിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നിരുന്ന ഇസ്രായേൽ ജനത്തിന് ബാല്യത്തിലുണ്ടായ ഒന്നാമത്തെ ഉപദ്രവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, ഫറവോൻ അവരെ കഠിന വേലകളാൽ ഉപദ്രവിക്കാനിടയായി. हम देखते हैं कि यूसुफ के समयों में बड़े आनंद से रहने वाली वो प्रजा यूसुफ की मृत्यु के बाद में कई साल गुजरने के बाद में हम देखते हैं कि फिरौन के द्वारा जब उनके खिलाफ एक उपद्रवों की श्रृंखला आरंभ की, तो सबसे पहला जो उपद्रव उनके खिलाफ किया गया, वहां लिखा है कि उन्हें बेगारी कराने वालों को नियुक्त किया कि वे उन पर भार डाल डालकर उनको दुख दिया करे. ഫറവോന് വേണ്ടി വലിയ കെട്ടിടങ്ങൾ പട്ടണങ്ങൾ ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയിട്ട് ഇഷ്ടികകൾ ഉണ്ടാക്കി കഠിന വേലകൾ നൽകി ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു ഉപദ്രവിച്ചു. हम देखते हैं कि फिरौन के लिए नगरों का निर्माण करने के लिए, भंडार गृहों का निर्माण करने के लिए इन लोगों को बेगारी पर नियुक्त किया അവർ गया. പീഥോം രമസേസ് എന്ന് പറഞ്ഞ സംഭാര നഗരങ്ങളെ ഫറവോന് വേണ്ടി പണിതു കൊടുക്കുവാനിടയായി. और हम देखते हैं कि उन्होंने फिरौन के लिए पितोम और रामसेस नामक भंडार वाले नगरों को बनाया ആഹാരം നൽകാതെ അവരെ ഉപദ്രവിച്ചു. और बिना भोजन दिए, बिना उनको धन मजदूरी दिए हुए उनको परिश्रम कराया, ശമ്പളം നൽകാതെ അവരെ ഉപദ്രവിച്ചു. बेगारी करके उनको दुख पहुंचाया. അങ്ങനെ കഠിന വേലകളാലുള്ള ഉപദ്രവങ്ങൾ അനുഭവിച്ച് ഇസ്രായേൽ ജനം മിസ്രയീമിലായിരുന്നു. और हम देखते हैं बड़ी कठिनाई की हालात के अंदर दुख की वादियों में होकर उन्हें वहां गुजरना पड़ा. പക്ഷേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു വസ്തുതയുടെ 12-ാമത്തെ വാക്യം വായിക്കുന്നു, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. लेकिन आप देखिए ये सब फिरौन ने किया. 12वां पद क्या कह रहा है, ज्यों ज्यों वे उनको दुख देते गए त्यों त्यों वे बढ़ते और फैलते चले गए. അത് കഠിന വേളകളാലുള്ള ഉപദ്രവങ്ങൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ വർധനയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. देखिए कठिनाई उनके जीवन के खिलाफ आई, लेकिन उनकी बढ़ोतरी को कोई रोक नहीं पाया. ഒരുപക്ഷെ അസഹനീയമായ നമുക്ക് സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്, അവിടെ നമ്മൾ പരാജയപ്പെടുകയല്ല, മറിച്ച് അവിടെയും ദൈവം നമ്മെ വളർത്തുന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. प्रियो, आज हमें ये समझना है कि चुनौतियां आ सकती है, परेशानियां आ सकती है, हमें नहीं मालूम किन स्थितियों से होकर हमें गुजरना पड़ेगा, लेकिन एक सच्चाई है, उन विपरीत परिस्थितियों के मध्य में हमें बढ़ाने वाला, हमें आगे लिए चलने वाला, हमें दृढ़ करने वाला एक परमेश्वर मेरे और आपके साथ. എവിടെ പ്രതിസന്ധികൾ വർദ്ധിച്ചിട്ടുണ്ടോ അവിടെ സഭയുടെ വളർച്ച സംഭവ്യമായിട്ടുണ്ട്. देखिए जहां जहां चुनौतियां बढ़ी है वहां पर कलीसिया की वृद्धि ही हुई അത് है. രക്തസാക്ഷികളുടെ വിത്തായിരുന്നു സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. രക്തസാക്ഷികളുടെ രക്തമായിരുന്നു സഭയുടെ വിത്തായി മാറുവാനിടയായി തീർന്നത്. देखिए जहां पर प्रभु के लोगों को खून बहाना पड़ा, वे सारे स्थान सेवकाई के लिए, कलीसिया वृद्धि के लिए एक बीज के समान कार्य हुआ. സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. कलीसिया के इतिहास का अध्ययन हम करेंगे, स्पष्टता के साथ में हम उसे समझ सकते हैं. ഒന്നാം നൂറ്റാണ്ട് തുടങ്ങി ഈ 21-ാം നൂറ്റാണ്ട് വരെ എവിടെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ ആ പ്രതിസന്ധികൾ ദൈവം സഭയെ വളർത്തിയിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. ഇന്നും ആ ദൈവം ജീവിക്കുന്നു എന്നുള്ളതിന് നമ്മളെല്ലാവരും അതിന് സാക്ഷികളാണ്. देखिए पहली सदी से लेकर आज इस 2025 तक एक सच्चाई में आपको बताना चाहूंगा, जहां जहां पीड़ाओं का दौर हुआ, जहां जहां सताव का माहौल हुआ, किसी भी स्थान पर प्रभु का कार्य कम नहीं हुआ, लेकिन पहले से भी अधिक द्रुत गति से बढ़ता चला गया. അതെ, ഒന്നാമത്തെ ഹല്ലേലൂയ ഉപദ്രവം എന്ന് പറയുന്നത് കഠിനമായ നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന പ്രതിസന്ധികൾ കൊണ്ടുവന്നിട്ടാകാം ഒരുപക്ഷെ ഉപദ്രവങ്ങൾ നമ്മുടെ നേരെ കടന്നു വരുന്നത്. देखिए यहाँ पर लोगों के मनों को थकाने वाला, उनको विचलित करने वाला, उनको व्याकुल करने वाली हालातों से होकर उनको गुजरना पड़ा. പക്ഷേ ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കണം, നാം തോൽക്കേണ്ടവരല്ല,
നാം ഒരിക്കലും തോൽക്കുകയില്ല. लेकिन आज हमें विश्वास करना है कि हम पराजित नहीं होंगे, शत्रु हम पर प्रबल नहीं हो पाएगा, प्रभु हमें आगे बढ़ाएगा. അപ്പോസ്തലന്മാരൊക്കെ പ്രതിസന്ധികളെ അതുപോലെ അഭിമുഖീകരിക്കാനിടയായി. പക്ഷേ അവര് ധൈര്യത്തോടെ എല്ലാവരുടെയും മുമ്പിൽ നിന്നതുകൊണ്ട് ശവ പുറകോട്ട് പോയില്ല. ശവ വളർച്ചയുടെ പാതയിലായിരുന്നു. ഇന്നും അതേ വളർച്ച തുടർന്നുകൊണ്ടേയിരിക്കുന്നു. देखिए, पहली सदी में प्रेरितों को भी क्लेशों से होकर गुजरना पड़ा, लेकिन उन्होंने हार नहीं माना, वे पीछे नहीं मुड़े, वे खड़े रहे. पवित्र आत्मा प्रबलता के साथ में उनको आगे लिए चलता रहा और कलीसिया यहां तक पहुंच पाई. ആമേൻ, ഹല്ലേലൂയ. Jesus. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നോർത്ത് ഇന്ത്യയുടെ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലൊന്നും അങ്ങനെ അത്ര വലിയ പ്രതിസന്ധികളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ വളർച്ച എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങൾ തന്നെയാണ്. आप देखिए, उत्तर भारत में सताव की खबरें बहुत सुनाई दे रही है, दक्षिण भारत में इतनी नहीं सुनाई दे रही है, लेकिन इन सताव के मध्य में सच्चाई यह है, प्रभु का काम भी उससे भी अधिक द्रुत गति से उत्तर भारत के अंदर प्रभु बढ़ा रहा है, परमेश्वर कार्यों को महिमा में बढ़ा रहा है. കഠിന വേദനകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോസ്തലന്മാരെ പോലെ നമുക്ക് പറയാൻ കഴിയണം, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ അവർക്ക് പ്രിവിലേജ് ലഭിച്ചത് കൊണ്ട് അവർ സന്തോഷിച്ച് തങ്ങളുടെ വഴിക്ക് പോയി എന്ന വചനം വായിക്കുന്നത്. देखिए, क्लेश है, सताव है, लेकिन प्रेरितों के समान कहने का हिया होना चाहिए कि मसीह के लिए दुख उठाने का अवसर मुझे मिला. ऐसा कह के वे आनंद के साथ में अगले नगरों में, अगले गांवों में सेवा के लिए निकल गए. ആമേൻ. ആദ്യത്തെ ഒരു ഉപദ്രവം എന്ന് പറയുന്നത് കഠിന വേലകൾ നൽകിയുള്ള ഉപദ്രവമായിരുന്നു. और कठिन भार डालकर, दुख देकर उनको परेशान പക്ഷെ किया. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? उसका परिणाम क्या निकला? അവർ പീഡിപ്പിക്കും തോറും വർദ്ധിക്കാനിടയായി. जितना उनको दुख देते गए उतना वे बढ़ते चले गए. Okay, the second persecution, രണ്ടാമത്തെ ഉപദ്രവം എന്തായിരുന്നു? अगला सताव क्या था? അതിന്റെ 16ാമത്തെ വാക്യം. 16वां पद. जब तुम इब्री स्त्रियों को बच्चा उत्पन्न होने के समय प्रसव के पत्थरों पर बैठी देखो, तब यदि बेटा हो तो उसे मार डालना और बेटी हो तो जीवित रहने देना. രണ്ടാമത്തെ ഉപദ്രവമായിരുന്നു സൂതി കർമ്മിണികൾ, അതാ മിഡ് വൈഫിനാൽ ഹല്ലേലൂയ കൊല്ലപ്പെടാനുള്ള ഒരു ഉപദ്രവമായിരുന്നു. और हम देखते हैं कि उनके बच्चों को मार डालने की एक योजनाबद्ध तरीके से एक रणनीति वहां पर ഒരു ആൺകുട്ടി ജനിച്ചാൽ അതിനെ കൊല്ലണമെന്ന് ആ പ്രസവം എടുക്കുന്ന സൂതി കർമ്മിണി മിഡ് വൈഫിനോട് അവര് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ और ക്രമീകരിച്ചിരിക്കുകയാണ്. हम देखते हैं कि वहां पे धाइयों को नियुक्त किया गया कि यदि बेटा जन्म ले रहा है तो उस बेटे को मार डालो. അതായിരുന്നു ഇസ്രായേലിലെ ബാല്യകാലത്തിൽ ഉണ്ടായത് രണ്ടാമത്തെ ഉപദ്രവം. इजराइल के बाल्यकाल की दूसरी चुनौती थी वो. വേലകൾ ഉണ്ടായപ്പോൾ അവരതിനെ ജയിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കെതിരെ ഉണ്ടായ രണ്ടാമത്തെ പറയുന്നു, അതെ, നിങ്ങൾ ആൺകുട്ടി ജനിച്ചാൽ നിങ്ങൾ അതിനെ കൊല്ലണം. हम देखते हैं कि पहली समस्या जब असफल हो गई, लोग प्रबल होते चले गए, फिरौन ने दूसरी चुनौती उनके सामने रखी, धाइयों को नियुक्त किया कि अगर बेटा जन्म लेता है उस बेटे को मार डालो. ഒരു പുതിയ തലമുറ ഉണ്ടാകരുത്. एक नई पीढ़ी खड़ी नहीं होनी है. ഒരു പുതിയ തലമുറ ജന്മമെടുക്കരുത്. एक नई पीढ़ी जन्म नहीं लेना है. അതായിരുന്നു അവരുടെ ആവശ്യം. उनकी चुनौती वो थी कि पीढ़ी को जन्म लेने नहीं देंगे. പക്ഷേ ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടു. लेकिन प्रभु का हाथ वहां भी प्रकट हुआ. ആ സൂതികർമ്മിണികൾ അവിടെ വായിക്കുന്നു, സൂതികർമ്മിണികൾ പ്രസവശൈലിയിലേക്ക് വരുന്നതിന് മുൻപ് ഇസ്രായേലിലെ സ്ത്രീകൾ പ്രസവിക്കുമായിരുന്നു. और हम वहां पर देखता है कि धाई लोग पहुंचने से पहले ही परमेश्वर इस्राएली स्त्रियों को बल देता और वे बच्चों को जन्म दे देते. എന്തുകൊണ്ടാണ് ആൺകുട്ടികളെ സംരക്ഷിക്കുന്നതെന്ന് രാജാവ് ഫറവോൻ ചോദിച്ചപ്പോൾ, और जब राजा ने फिरौन ने पूछा कि क्यों लड़कों को मार नहीं रहे हो, അവര് കൊടുക്കുന്നൊരു മറുപടി പ്രകാരമാണ്. और उनका जवाब था 19ാം വാക്യം പറയുന്നു, 19वें पद में लिखा है. എബ്രായ സ്ത്രീകൾ മിസ്രയീമ്യ സ്ത്രീകളെ പോലെയല്ല. ध्यान से सुनना, इब्री स्त्रियां मिस्री स्त्रियों के समान नहीं है. അവർ നല്ല തിറവുള്ളവർ. वे ऐसी फुर्तीली है സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു. कि धाइयों के पहुंचने से पहले ही उनको बच्चा उत्पन्न हो जाता है. ശ്രദ്ധിക്കുക, ആ രണ്ടാമത്തെ പ്രതിസന്ധി അവരെ അലട്ടിയപ്പോൾ അവർക്ക് ജയിക്കാൻ കഴിയാത്തതിന്റെ കാരണം ദൈവം അവർക്ക് ഒരു പ്രത്യേക തിറവ് നൽകാനിടയായി. आप देखिए, दूसरी चुनौती जब उनके सामने आए, शत्रु वहां पर
भी प्रबल नहीं हो पाया, क्योंकि परमेश्वर ने एक असाधारण फुर्ती उन लोगों को प्रदान They कर are दी। so vigorous. और वहां देखा कि वे फुर्तीली थे, They are so vigorous. वे फुर्तीले थे, तुरंत कार्य करने वाले थे। പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് ദൈവം നൽകാനിടയായി തീരും. देखिए चुनौतियां सब है, लेकिन उन चुनौतियों के मध्य में कुछ कार्यों को फुर्ती से करने का अनुग्रह पवित्र आत्मा में प्रदान करने पर। പ്രതിസന്ധികളും പ്രതികൂലവും ഒക്കെ അതിന്റെ വഴിക്ക് പോകും, പക്ഷെ അതിന്റെ പിന്നിൽ അവിടെയും നിൽക്കാൻ ഒരു പ്രത്യേക നിറവ്, ഒരു പ്രത്യേക ആത്മാവിന്റെ അഭിഷേകം ദൈവം നമുക്ക് തരും. देखिए चुनौतियां आएगी, क्लेश आएंगे, लेकिन उसके मध्य में फुर्ती से कई बातों को करने का एक अभिषेक पवित्र आत्मा में प्रदान करेगा। പ്രതിസന്ധികൾ ഒഴിഞ്ഞൊരു ജീവിതമല്ല നമ്മുടേത്. देखिए हमारा जीवन क्लेश रहित जीवन नहीं है, പ്രതികൂലങ്ങൾ മാറിയ ഒരു ജീവിതമല്ല നമ്മുടേത്. क्लेशों से बाहर का जीवन नहीं है പക്ഷെ हमारा। നമ്മുടെ പ്രത്യേകത എന്തെന്നറിയാമോ? लेकिन हमारी खासियत क्या ഈ है? പ്രതിസന്ധിയിലും തിറവോടെ നിൽക്കാൻ ദൈവം കരുത്ത് നൽകുവാനിടയായി. क्लेशों के मध्य में भी फुर्ती से खड़े रहने का हिम्मत परमेश्वर में प्रदान നമ്മെ करेगा। നിരാശപ്പെടുന്ന അധൈര്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളാകാം നമ്മുടെ മുമ്പിലുള്ളത്, പക്ഷേ അവിടെയോ സധൈര്യം നിൽക്കുവാൻ നമുക്ക് ശക്തി തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക കൃപ അനുദിനം അവൻ നമ്മുടെ മേൽ പകരുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. देखिए हमें निराश करने वाली, कमजोर करने वाली परिस्थितियां आ सकती है, लेकिन उसके मध्य में परमेश्वर में फुर्ती देगा, साहस देगा कि हम खड़े रह सकें। പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് സധൈര്യം നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. पवित्र आत्मा हमारे जीवन में है, इसीलिए फुर्ती से हम कदमों को बढ़ा ആ सकते हैं। പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത നമുക്ക് എല്ലായിടവും സാക്ഷികളാകാൻ അവൻ നമുക്ക് ധൈര്യം നൽകി തരുമെന്നുള്ളതാണ്. और वो पवित्र आत्मा हमारी मदद करता है कि हम अन्य लोगों के सम्मुख गवाह बन सके। അല്ലെ, നാല് സൈഡിൽ നിന്നും കല്ലേറുകൾ എന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായ സ്തെഫാനോസ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അതിനെ അഭിമുഖീകരിച്ചതിനാൽ അവന് പിന്മാറേണ്ടി വന്നില്ല, അവൻ പുറകോട്ട് പോകേണ്ടി വന്നില്ല, അവൻ അധൈര്യപ്പെട്ടില്ല, അവൻ സധൈര്യ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി और हम തീർന്നു. देखते हैं कि स्तिफनुस के ऊपर जब चारों ओर से पत्थरवाह किया गया, उस पत्थरवाह के मध्य में वह कमजोर नहीं हुआ, वह थका नहीं, लेकिन वहां पर पवित्र आत्मा की सामर्थ्य से भरकर वो वचन का प्रचार करने My लगा। dear brother, we are not alone. നമ്മൾ ഒറ്റയ്ക്കല്ല, हम अकेले नहीं हैं, നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട്. पवित्र आत्मा हमारे साथ में है। He will strengthen us. वो हमें बल देगा, അവൻ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. वो हमें बल देने वाला परमेश्वर। ക്ഷീണിക്കും തകരുമെന്ന ചിന്ത വരുമ്പോൾ और हमें लगेगा कि हम थक He जाएंगे, making कमजोर us हो so जाएंगे, vigorous. लेकिन वो हमें एक फुर्ती प्रदान करेगा। അവിടെയും തകരാതെ നമ്മെ ഉയരോടെ നിർത്താൻ और बिना കഴിയുന്നവനാണ് അവൻ. थके फुर्ती के साथ में वो हमें खड़ा करेगा। Hallelujah. हालेलुया। മൂന്നാമതായി അവരുടെ ബാല്യത്തിൽ അനുഭവിച്ച ഉപദ്രവം. तीसरी चुनौती जो उन्होंने बाल्यावस्था में महसूस Verse किया, 22. 22वां वचन, 22 വാക്യം. 22वां पद। तब फिरौन ने अपनी सारी प्रजा के लोगों को आज्ञा दी, इब्रियों के जितने बेटे उत्पन्न हो उन सबों को तुम नील नदी में डाल देना और सब बेटियों को जीवित रहने देना। മൂന്നാമത്തെ അവർക്ക് നേരിട്ട ഉപദ്രവം ഇതായിരുന്നു. तीसरी चुनौती जो उनके सामने आई, ആര് ഏതാൺകുട്ടി ജനിച്ചാലും അവനെ നൈൽ നദിയിൽ വലിച്ചെറിയുവാനുള്ള കൽപ്പന. जितने बेटे उत्पन्न हो उन सबों को नील नदी में डाल देना। ഒന്നാമത്തത് കഠിന വേലകൾ നൽകി. पहला कठिन दुख दिया, രണ്ടാമതായി ആ സൂതികർമ്മിണികളാൽ ആൺകുട്ടികൾ കൊല്ലപ്പെടാനുള്ള ഉപദ്രവമായിരുന്നു. दूसरा इब्री दाइयों को नियुक्त किया गया उन बच्चों को मारने के लिए। മൂന്നാമത് അവർ നേരിട്ട ഉപദ്രവം तीसरी चुनौती जो उनके सामने അവർ आई തന്നെ അവരുടെ ആൺകുട്ടികളെ നൈൽ നദിയിലേക്ക് എറിയണമെന്നുള്ളതായിരുന്നു. कि उनके बेटों को नील नदी में फेंकने की बात। അത് നൈൽ നദി ഈജിപ്തിൽ ഒഴുകുന്ന നല്ലൊരു നദിയാണ്. और मिस्र में से बहने वाली एक नदी थी, नील नदी। ആ നദിയിലേക്ക് തന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ വലിച്ചെറിയുക എന്ന് പറയുന്നത് ഒരു പിതാവിനും മാതാവിനും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒന്നാണ്. और वह एक ऐसी कठिन परिस्थिति थी जो किसी भी माता पिता के लिए असहनीय थी। പക്ഷേ ആ ഒരു ഉപദ്രവം ഫറവോൻ അവിടെ കൊണ്ടുവന്നു എങ്കിലും और फिरौन ऐसी एक चुनौती को लेकर आया, लेकिन उसके बीच में ഏത് നദിയിൽ അവിടെയുള്ള ആൺകുട്ടികളെ എറിഞ്ഞ് കൊന്ന് അവർക്ക് ഉപദ്രവം വരുത്താൻ ശ്രമിച്ചുവോ അതേ നദിയിൽ നിന്ന് ഒരു മോശയെ പുറത്തെടുത്ത് ആ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമായിരുന്നു. देखिए, जिस नदी के अंदर इस्राएली बच्चों को फेंकने का आदेश दिया था, उसी नदी के अंदर से परमेश्वर ने पूरी प्रजा को छुड़ाने वाले मूसा को खड़ा कर दिया। ഉപദ്രവങ്ങൾ ശക്തമായിട്ടുണ്ടാകുമെങ്കിലും നമ്മുടെ പ്രത്യേകത നാം തോൽക്കില്ല,
ജയിക്കുന്നവരാണ്. देखिए चुनौतियां कितनी भी क्यों ना आए, लेकिन हमारी खासियत यह है हम पराजित नहीं होंगे, शत्रु हम पर प्रबल नहीं हो पाएगा, हम जय को अनुभव करने जा रहे हैं. പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ നൈൽ നദി അല്ല ഒരുപക്ഷെ ഫറവോൻ അവരുടെ മുമ്പിൽ പറഞ്ഞു എങ്കിൽ പോലും അതേ സ്ഥലത്ത് നിന്ന് മോശയെ കൊണ്ടുവന്ന് അതേ അടിമത്തത്തിൽ കിടന്ന ജനത്തെ ഉദ്ധരിക്കാൻ ദൈവത്തിന് മുന്നമേ പ്ലാൻ ഉണ്ടായിരുന്നു. हम देखें कि नील नदी में बच्चों को फेंकने का राजा ने आदेश दिया, लेकिन प्रभु की योजना थी वहीं पर मूसा को प्रभु खड़ा करने जा रहा है. രാത്രി എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളെ പ്രാർത്ഥിക്കട്ടെ. आज रात मेरी बात को सुनने वाले प्रियो, അതേ ബാല്യം മുതൽ ഉപദ്രവങ്ങളുണ്ട്, बचपन से चुनौतियां हैं, പക്ഷേ ജയം നമ്മുടേതാ. लेकिन जय हमारी, ജയം നമ്മുടേതാ. जय हमारी. ദൈവത്തിന്റെ ദാസനായ ഇരമ്യാവിനെ ദൈവം ബാല്യത്തിൽ വിളിച്ചു. यिर्मयाह को प्रभु ने बाल्यावस्था में बुलाया. ഇരമ്യാവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നിന്നെ അറിഞ്ഞു, यिर्मयाह से के लिए प्रभु ने कहा मैंने तुझे जाना, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ സെറ്റപ്പാട്ട് ചെയ്തു. मैंने तुझे अपनी तुझे माँ की गर्भ में से अलग किया. I appointed you as a prophet. ഞാൻ നിന്റെ പ്രവാചകനായിട്ട് एक ഞാൻ നിന്നെ നിയമിച്ചു. भविष्यवक्ता होने के लिए मैंने तुझे नियुक्त किया. യിരെമ്യാവ് പറയുന്നു ഞാൻ വളരെ ബാലനാണ്, എന്നെ കൊണ്ട് അതിനൊന്നും കഴിയുകയില്ല. लेकिन यिर्मयाह कह रहा मैं तो बालक हूँ, मुझसे नहीं हो सकता. പക്ഷേ യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവം അവനോട് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. लेकिन यिर्मयाह पहला अध्याय उसके 19वें पद के अंदर यहोवा परमेश्वर यिर्मयाह को एक हियाव देता है. അല്ലയോ യിരെമ്യാവേ, ഞാൻ നിന്നെ ബാല്യത്തിൽ വിളിക്കുകയാ, मैंने तुझे तेरे बचपन में ही बुलाया है, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞതാണ്. और तेरी माँ की कोख में रचे जाने से पहले ही ഞാൻ मैंने നിനക്ക് तुझे അപ്പോയിന്റ്മെന്റ് जाना, ഒക്കെ നൽകുകയാണ്. मैंने तुझे नियुक्त किया. പക്ഷേ നിനക്ക് യുദ്ധമുണ്ട്. लेकिन तेरे सम्मुख चुनौतियां हैं. ജെറമ്യാ 1:19 ജെറമ്യാ പ്രവചനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? यिर्मयाह 1:19, यिर्मयाह 1:19 वहां लिखा वे तुझसे लड़ेंगे तो सही, परंतु तुझ पर प्रबल न होंगे. അതെ, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ നിന്നെ ജയിക്കുകയില്ല. क्योंकि बचाने के लिए मैं तेरे साथ हूं, यहोवा की यही അത് वाणी. ജീവിതത്തിൽ യുദ്ധമുണ്ട്, जीवन में युद्ध जरूर है, ജീവിതത്തിൽ ഉപദ്രവമുണ്ട്, समस्याएं भी है, ജീവിതത്തിൽ പീഡനമുണ്ട്. पीड़ाएं भी है. ക്രൈസ്തവ സഭയുടെ ഭാഗമാണത്. देखिए ये मसीही जीवन शैली का एक भाग है, പക്ഷേ അതിനൊന്നും നമ്മുടെ ആത്മീക ജീവിതത്തെ ജയിക്കാൻ പറ്റില്ല. लेकिन वे कोई भी बातें हमारे आत्मिक जीवन पर प्रबल അത് नहीं നമ്മുടെ होने ക്രിസ്തീയ पाए. ജീവിതത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. मसीह जीवन को वो पराजित नहीं कर पाए. അതിന്റെ കാരണം മറ്റൊന്നുമല്ല. उसका कारण और कुछ He नहीं. is with me. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. परमेश्वर हमारे साथ में है. കർത്താവ് इसलिए നമ്മോട് കൂടെ ഉണ്ട്. परमेश्वर हमारे साथ में इसलिए എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്? अपने हाथों को उठा के बोले यहोवा मेरे संग है. Hallelujah. बोले बोले यहोवा मेरे संग है, यहोवा मेरे संग है, यहोवा मेरे संग है. ഹല്ലേലൂയ. പ്രതിസന്ധികളേറി വന്നപ്പം, जब समस्याओं का तूफान हमारे सामने പ്രതികൂലങ്ങൾ आया, വന്നപ്പം विपरीत परिस्थितियों का माहौल जब आया, ഒരിക്കൽ ഇരമ്യാവ് ഡിസ്കറേജ് ആയി, यिर्मयाह एक बार निराश हो गया, വളരെ നിരാശപ്പെട്ടു. बहुत निराश हो गया. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോ यिर्मयाह नबी की पुस्तक उसके 20वें अध्याय में ഇരമ്യാവിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. उसको जब कारागृह में डाल दिया गया, തനിക്ക് യാതൊരു പ്രത്യാശയില്ലാത്ത സന്ദർഭത്തിൽ एक ऐसी अवस्था जहां पे आशा की कोई किरण नहीं, ഒരു നിരാശ തന്റെ ഉള്ളിലേക്ക് വന്നിട്ട് उसके अंदर जब निराशा का शब्द आया, 20-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു, 20:9 में वो कहता है ഞാൻ ഇനി അവനെ ഓർക്കില്ല. मैं अब उसकी चर्चा नहीं करूंगा. പറഞ്ഞു, ഞാൻ ഇനി ദൈവത്തെ ഓർക്കാൻ എനിക്ക് താല്പര്യം, കാരണം അത്രമാത്രം കഷ്ടം എനിക്ക്. मतलब इतना क्लेश हो गया वो कि अब मैं तेरी चर्चा ही नहीं करूंगा, ഞാൻ പറയും, ഇനി ഞാൻ അവന്റെ നാമത്തിൽ സംസാരിക്കത്തില്ല. अब मैं उसके नाम से भी नहीं He's बोलूंगा. personally taking a decision. एक निर्णय को ले रहा है वो. ആ തീരുമാനം തന്റെ ഉള്ളിൽ പറയാം. അങ്ങനെ ഒരു പക്ഷേ മാനുഷികമായിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ടി വന്നാലും, वो लगता है कि यदि मैं कहूं मैं उसकी चर्चा न करूंगा, न उसके नाम से बोलूंगा. ആ ഇരമ്യാവ് പറയുന്നൊരു ഭാഗമുണ്ട്. लेकिन यिर्मयाह आगे कहता है തന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് यदि मानो मैं परिस्थितियों के दबाव में ऐसा मेरे मुंह से निकल जाए, लेकिन मेरे हृदय की ऐसी दशा होगी, അതെന്റെ ഹൃദയത്തിൽ ഒരു തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. मानो मेरी हड्डियों में धधकती हुई आग हो. അത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. हमारे अंदर पवित्र आत्मा प्रभु ने दिया. അത് മാനുഷികമായിട്ട് നിരാശകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും, और मानसिक रीति से कई बार हम निराशा के हालात में गुजरे. ദൈവമേ ക്ഷീണിച്ചു നീ എങ്ങനെ മുന്നോട്ട് പോകുന്നതിന് തോന്നലൊക്കെ ജീവിതത്തിൽ प्रभु हम ഉണ്ടായാലും, थक गए, हम कैसे आगे बढ़े ऐसा हम सोच सकते हैं. ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, लेकिन हमारे अंदर कार्य करने वाले परमेश्वर നമ്മുടെ के ഉള്ളിൽ वचन की വ്യാപരിക്കുന്ന सामर्थ्य, പരിശുദ്ധാത്മാവിന്റെ ശക്തി पवित्र आत्मा की सामर्थ्य നമ്മോട് പറയും, हमसे कहे ഇല്ലില്ല, പിന്നോട്ടില്ല, पीछे नहीं जाएगा. ഞാൻ ഹാലിൽ പുറകോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല.
मैं नहीं चाहूंगा तू ഞാനൊരു पीछे जा। തീരുമാനം എടുത്തു കഴിഞ്ഞു. मैंने निर्णय लिया है। അതെ, ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് പറയുന്നു, കർത്താവ് എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. यहोवा मेरे संग है, इसलिए मैं आगे അതുകൊണ്ട് बढ़ूंगा। 11-ാം വാക്യത്തിൽ യിരെമ്യാവ് പറയുന്നത്, इसलिए 11वें पद में यिर्मयाह അവൻ कहता है, ഉറപ്പോടെ പറയുന്നു, और वो कहता है, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. परंतु यहोवा मेरे साथ है, वो भयंकर वीर के समान है। ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, इस कारण मेरे सताने वाले प्रबल न होंगे, അവർ ജയിക്കുകയില്ല. वे ठोकर खाकर गिरेंगे। അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായകയാൽ ഏറ്റവും ലജ്ജിച്ചു वे പോകും. बुद्धि से काम नहीं करते, इसलिए उन्हें बहुत लज्जित होना पड़ेगा। ഇന്ന് രാത്രിയിൽ നിരാശകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് പകൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. मेरे और आपके जीवन में निराशा की हालात आएगी, लेकिन उसके मध्य में हमारी गवाही होने पर यहोवा भयंकर वीर के समान मेरे साथ അവർക്ക് है। എന്നെ ജയിക്കാൻ പറ്റില്ല, वे मुझ पर प्रबल नहीं അവർക്ക് होंगे, എന്നെ ജയിക്കാൻ പറ്റില്ല. वे मुझ पर प्रबल नहीं കാരണം होंगे, യഹോവ എന്നോട് കൂടെയുണ്ട്. क्योंकि यहोवा मेरे संग है। ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, पौलुस अपोस्तल प्रेरित कहता है, ഞങ്ങൾ സകല വിധത്തിൽ കഷ്ടം സഹിക്കുന്നവരെങ്കിലും we hard pressed on every side but not crushed. वो कहता है कि चारों तरफ से हम दबाए तो जाते हैं, लेकिन हम कुचले नहीं ആ जाते। വാക്യം എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു വാക്യമാണ്. और वो मुझे बहुत ही पसंदीदा एक भाग है। അതേ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 4-9 വാക്യം, ഞങ്ങൾ എല്ലാ സമയത്തും ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. और दूसरे कुरिन्थियों 4 अध्याय के अंदर उसके 9वें पद के अंदर लिखा है, सताए तो जाते हैं पर त्यागे नहीं जाते, गिराए तो जाते हैं पर नष्ट नहीं होते। ഇംഗ്ലീഷിലെ വാക്യം ഒത്തിരി സന്തോഷമാണ്. और अंग्रेजी अनुवाद के अंदर बहुत ही गहरा अर्थ उसका We छिपा are है। hard pressed on every side. चारों तरफ से मानो हमें दबाया जा रहा है। ആരെങ്കിലും 4 സൈഡിൽ നിങ്ങളുടെ പ്രസ് ചെയ്യുന്നേ? किसे दबाया जा रहा है? ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് മൺകൂടാരത്തിലെന്ന് അവർ എഴുതിയിരിക്കുന്നത്. वहां लिखा 7वें पद में, हमारे पास वह धन मिट्टी के बर्तनों में रखा है। उसको असीम सामर्थ कहा गया मिट्टी के बर्तनों के अंदर। ഒരു മൺപാത്രത്തെ 4 സൈഡിൽ നിന്നും പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? आप देखिए, एक मिट्टी के बर्तन को चारों तरफ से दबाया जाए तो क्या होगा? പിന്നെ അത് അതുപോലെ നിൽക്കില്ലേ, അത് ഉടഞ്ഞു പോകും. वो बर्तन टूट जाएगा। പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, we are hard pressed on every side but not crushed. लेकिन वहां पर लिखा है कि चारों तरफ से सताए तो जाते हैं पर त्यागे नहीं जाते। 4 സൈഡിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല, ഞങ്ങൾ ക്രഷായി മാറുന്നില്ല. वहां लिखा है कि निरुपाय तो है पर निराश नहीं होते, गिराए तो जाते हैं पर नष्ट नहीं होते। ദൈവത്തിന്റെ പദ്ധതികൾ നമുക്കറിയില്ല. परमेश्वर के रास्ते हमें नहीं ആ मालूम। प्रियो, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ദൈവം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. परमेश्वर अपने तरीके से अपने कार्य को आगे बढ़ाएगा। ദൈവത്തിന്റെ ഹിതം എന്താണെന്നും ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും മനസ്സിലാക്കി അതനുസരിച്ച് നാമും ദൈവത്തിൽ प्रभु പ്രവർത്തിക്കാനിടയാകണം. की योजनाएं क्या है, प्रभु की इच्छा क्या है, इन दिनों में उसको समझते हुए हम जीवन यात्रा में कदमों को आगे बढ़ाएं। ഉപദ്രവങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. क्लेश है, समस्याएं, चुनौतियां हैं, പക്ഷെ ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയും, അതെ, നാം ഒരിക്കലും തോൽവിയടയില്ല, ജയം നമ്മുടേതാണ്. लेकिन हमारी गवाही ये होनी चाहिए, हम हारेंगे नहीं, हम जय पाकर आगे बढ़ेंगे। അപ്പോസ്തല പ്രവൃത്തി പ്രധാനമായും 3 കാരാഗ്രഹങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. प्रेरितों के कार्य में 3 कारागृहों के बारे में हम देखते हैं। 5-ാം അധ്യായത്തിൽ പത്രോസിനെ യോഹന്നാനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയതായി കാണാൻ കഴിയുന്നു. 5वें अध्याय में पतरस यूहन्ना कारागृह के പക്ഷേ अंदर। ആ ഭാഗത്ത് ഒത്തിരി പേര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. और वहां से कईयों को प्रचार करते हुए मैंने नहीं सुना। പത്രോസ് യോഹന്നാനും കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കടക്കുമ്പോൾ ആരോരും അറിയാതെ ദൈവത്തിന്റെ ദൂതൻ അവരേക്ക് കടന്നു ചെന്ന് അവരെ പുറത്തു കൊണ്ടുവരാനിടയായി. और हम देखते हैं कि जब 5वें अध्याय के अंदर प्रेरित लोग कारागृह के अंदर थे, वहां पर परमेश्वर अपने स्वर्गदूतों को भेजकर बिना किसी को जानकारी किए हुए उनको बाहर निकाला। അതാരും അറിഞ്ഞില്ല. किसी को नहीं मालूम, പത്രോസ് യോഹന്നാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. केवल पतरस और यूहन्ना को मालूम। മറ്റൊരു കാരാഗ്രഹം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലുണ്ട്. 12वें अध्याय में दूसरे कारागृह को हम देखते हैं, ദൈവദാസനെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. पतरस कारागृह में। ആരും അറിഞ്ഞില്ല. किसी को नहीं मालूम, സഭയെ പറഞ്ഞു, പത്രോസ് പറഞ്ഞു. कलीसिया को मालूम है, पतरस को ദൈവത്തിന്റെ मालूम, പദ്ധതിയാ. वो प्रभु की योजना പക്ഷെ थी। 16-ാം അധ്യായത്തിൽ लेकिन 16वें अध्याय में മറ്റൊരു കാരാഗ്രഹം കാണാൻ കഴിയുന്നു. दूसरा एक कारागृह, പൗലോസും ശീലാസും. पौलुस और शिलास। അത് പൗലോസും ശീലാസും മാത്രമല്ല അറിഞ്ഞേ, वहां पे केवल पौलुस शिलास को नहीं मालूम സഭ पड़ा, മാത്രമല്ല അറിഞ്ഞേ, केवल कलीसिया को അത് नहीं मालूम पड़ा। കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, कारागृह की नींवें हिल गई, ചങ്ങലകളൊക്കെ അഴിഞ്ഞുപോയി, जंजीरें टूट गई, എല്ലാവരും സ്വതന്ത്രരായി, सब लोग आजाद हो കാരാഗ്രഹ गए, പ്രമാണം വിടുവിക്കപ്പെട്ടു. कारागृह का दरोगा അതുകൊണ്ട് बपतिस्मा ദൈവത്തിന്റെ लिया। പദ്ധതി
നമുക്കറിയില്ല. प्रभु के कार्य हमें नहीं मालूम प्रियो, ദൈവത്തിന്റെ വിടുതലുകൾ എങ്ങനെയാണെന്ന് प्रभु നമുക്കറിയില്ല. के रास्ते कहां से कैसे कब प्रकट हो गए हमें नहीं मालूम। പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, लेकिन एक बात मैं कहूं, ജയം നമ്മുടേതാ, जय हमारी, ജയം നമ്മുടേതാ, जय हमारी, ജയം നമ്മുടേതാ. जय हमारी। കാരണം ജയവീരനായ യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. क्योंकि जय देने वाला यीशु हमारे लिए जीवित है। അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. भजनकार वही कहता है, ബാല്യം മുതൽ ഉപദ്രവിക്കപ്പെട്ടു, बालपन से जब मैं बचपन से പക്ഷേ मैं അവർ क्लेशों से गुजरा, പക്ഷേ അവർ എന്നെ ജയിച്ചില്ല. लेकिन वे मुझ पर प्रबल नहीं ഇന്ന് हुए। രാത്രിയിൽ അവനിൽ ആശ്രയിക്കാം. आज रात उस पर भरोसा कीजिए। അവൻ നമുക്ക് ധൈര്യം തരും, वह हमें बल देगा, അവൻ നമുക്ക് തിറവ് തരും, वह हमारे लिए रास्तों को അവൻ खोलेगा, നമുക്ക് ബലം തരും, वह हमें सामर्थ्य അവൻ देगा, നമുക്ക് ശക്തി തരും, वह हमें बल देगा, തളരാതെ അവൻ നമ്മെ നിർത്തും, बिना थके वो हमें खड़ा करेगा, ജയത്തോടെ അവൻ നമ്മെ നടത്തും. जय के साथ में वो हमें आगे ले जाएगा। നമ്മുടെ കർത്താവ് വരുന്നു. हमारा प्रभु आ रहा ആ है ജയാളിയോട് കൂടെ നാം പോകാറായി. और उस प्रभु के साथ में हम आगे बढ़े അതിന്റെ ലക്ഷണങ്ങൾ അതിലൂടെ और കണ്ടുകൊണ്ടേയിരിക്കുന്നു. उसके चिन्ह प्रकट हो रहे ഈ हैं। ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. और जब ये सब चारों तरफ हो നമ്മുടെ रहा है, കർത്താവ് നമുക്ക് हमारी आशा बढ़नी है। നമുക്ക് വേണ്ടി ജീവനെ നൽകി തന്ന കർത്താവ് എത്രയും പെട്ടെന്ന് വരും. हमारा प्रभु आने वाला है, അവനോടൊപ്പം ഞാൻ കടന്നു പോകും. उसके संग में उठाया ഈ जाऊंगा പ്രതിസന്ധി ഞാൻ പകച്ചു നിൽക്കില്ല. और इन विरोध की बातों में मैं डरूंगा नहीं। മുന്നോട്ടെടുത്ത് വെച്ച കാലുകൾ പിന്നോട്ട് വെക്കാൻ जो कदम मैंने താല്പര്യപ്പെടുന്നില്ല. आगे बढ़ाए मैं पीछे नहीं लूंगा। നിൽക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി खड़ा रहूंगा तो प्रभु के लिए ധൈര്യത്തോടെ നിൽക്കും. हिम्मत से खड़ा रहूंगा, കാരണം കർത്താവ് കൂടെയുണ്ട്, क्योंकि मेरा प्रभु मेरे संग കർത്താവ് है। കൂടെയുണ്ട്. प्रभु मेरे संग है। പരിശുദ്ധാത്മാവ് ശക്തീകരിക്കാനുണ്ട്. पवित्र आत्मा मुझे बल ആ देगा, ശക്തിയോടെ മുന്നേറാൻ उस सामर्थ्य से हम आगे बढ़े। എല്ലാ പ്രിയപ്പെട്ടവരെയും आप सभी को സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് परमेश्वर आशीष दे, बल दे। എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. मेरी बातों को मैं यहाँ पे